കിഴക്കമ്പലം കാവുങ്ങൽ പറമ്പിൽ പാലിയേറ്റീവ് കെയർ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ശിഹാബ് തങ്ങൾ ചാരിറ്റബിൾ ട്രസ്റ്റ്, പൂക്കോയ തങ്ങൾ ഹോസ്പിസ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു ബോധവൽക്കരണ ക്ലാസ്. സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി വി.ഇ. അബ്ദുൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു. അശരണർക്കും കിടപ്പുരോഗികൾക്കും അവരെ പരിചരിക്കുന്നവർക്കും ആശ്വാസമായി കിഴക്കമ്പലം കാവുങ്ങൽപ്പറമ്പിൽ പാലിയേറ്റീവ് കെയർ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കാവുങ്ങൽപ്പറമ്പ് അൽമാസ് ഓഡിറ്റോറിയത്തിലായിരുന്നു ക്ലാസ്. ശിഹാബ് തങ്ങൾ ചാരിറ്റബിൾ ട്രസ്റ്റ്, പൂക്കോയ തങ്ങൾ ഹോസ്പിസ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലൊരുക്കിയ ബോധവൽക്കരണ ക്ലാസ് സാമൂഹ്യനീതി ഫിഷറീസ് വകുപ്പ് മന്ത്രി വി.ഇ. അബ്ദുൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു. നമ്മളെ ഡോക്യുമെന്ററി കണ്ടപ്പോൾ ഒരു പരിധിവരെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ബഹുമാനായ ഹൈദരലി ശിഹാബ് തങ്ങളുടെ കാലത്താണ് PTHനെ തുടക്കം കുറിക്കുന്നത്. പൂക്കോയത്തങ്ങളുടെ പേരിൽ പല രീതിയിലായി പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരുന്നപ്പോൾ അത് ഏകോപിപ്പിച്ചുകൊണ്ട് പൂക്കോയത്തങ്ങളുടെ നാമധേയത്തിൽ അതിനെ കൊണ്ടുവരികയായിരുന്നു ഹൈദരലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ. അതിൻ്റെ ആരംഭഘട്ടത്തിലൊക്കെ അതിൻ്റെ പല ചർച്ചകളിലും പങ്കെടുക്കാൻ അവസരം കിട്ടിയിട്ടുള്ള ഒരാളാണ്. നമ്മൾ വിവിധ തരത്തിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ നമ്മൾ നടത്താറുണ്ട്. CH സെന്റർ, ശിഹാബ് തങ്ങൾ സെന്ററുണ്ട്, മറ്റ് KMCCകളുടെ വിവിധ സംഘടനകളുണ്ട്. അങ്ങനെ പല രീതിയിൽ നമ്മൾ ചാരിറ്റി പ്രവർത്തനം നടത്താറുണ്ട്. പാലിയേറ്റീവ് കെയർ രംഗത്ത് പാലിയേറ്റീവ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പാലിയേറ്റീവ് രംഗത്ത് പ്രവർത്തനം എന്ന് പറയുന്നത്. ശിഹാബ് തങ്ങൾ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ PM കരീം പാടത്തിക്കര അധ്യക്ഷത വഹിച്ചു. ചാരിറ്റബിൾ ട്രസ്റ്റ് കൺവീനർ ഷഹീർ ബാവ ആമുഖ പ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് NVC അഹമ്മദ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. PTH കേരള കോർഡിനേറ്റർ ഡോക്ടർ MA അമീർ അലി, PTH കേരള മെമ്പർമാരായ മുനീർ നിബാസ്, PTM ഷറഫുന്നിസ ടീച്ചർ എന്നിവർ ബോധവൽക്കരണ ക്ലാസുകൾക്ക് നേതൃത്വം വഹിച്ചു. ഒരു മഹത്തായ കാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഇടയ്ക്കെവിടെയോ നിലച്ചുപോയത് വീണ്ടും പുനരുദ്ധരിപ്പിക്കാനുള്ള ഒരു സംരംഭത്തിൻ്റെ തുടക്കം എന്ന നിലയിൽ ഈ സംഗമത്തിൽ സംബന്ധിക്കാൻ ഒരു കണ്ണിയാവാൻ എനിക്ക് സാധിച്ചതിൽ ഞാൻ സംതൃപ്തനാണ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് മുസ്ലിം ലീഗ് പാർട്ടി കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വളരെ പ്രാധാന്യം നൽകിപ്പോരുന്ന ഒരു സംഘടന എന്ന നിലയിലാണ് നമ്മുടെ സംസ്ഥാനത്തും സംസ്ഥാനത്തിന് പുറത്തും വിദേശത്തുമൊക്കെ ഈ സംഘടനയിൽ ഇത് പൂക്കോയത്തങ്ങൾ ഹോസ്പിസ് സെന്ററാണെങ്കിൽ CH സെന്ററുകൾ ദേശീയ വ്യാപകമായി പല സ്ഥലങ്ങളിലും പ്രവർത്തിക്കുന്നു. ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്റർ അതുപോലെ തന്നെ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്നു. കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ ഈ പ്രസ്ഥാനത്തിൽ പങ്കുചേരുന്നവർ അവർക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു പുണ്യം, ഒരു തണൽ, ഒരു കൈത്താങ് റബ്ബിൽ നിന്നുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വനിതാ ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സാജിദ നൌഷാദ്, MK അലിയാർ മാസ്റ്റർ, TM ഇബ്രാഹിം, PK ഉമ്മർ, ആരിസ് മറ്റപ്പള്ളി, MA അലി, PU ബാവ, VS സിറാജ്, PK അഷ്റഫ്, PU അബ്ദുൾ അസീസ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. മുസ്ലിം ലീഗിനും അതുപോലെ തന്നെ ചാരിറ്റബിൾ ട്രസ്റ്റിനും തുടർന്ന് രാഷ്ട്രീയ സാമൂഹിക സമരരംഗത്ത് കാവുങ്ങൽപ്പറമ്പിന്റെ രാഷ്ട്രീയ കാര്യദർശി ബഹുമാനായ PM കരീം സാഹിബ് അവറുകളാണ്. അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം വളരെ സ്നേഹത്തോടെ ഈ മഹത്തായ സംഗമത്തിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ മഹത്തായ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്നതാണ് ബഹുമാനായ കേരളത്തിന്റെ ഫിഷറീസ് സാമൂഹ്യ
വകുപ്പ് മന്ത്രി ബഹുമാനായ വി അബ്ദുൽ ഗഫൂർ സാഹിബ് അവരുകളാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, ഞങ്ങൾക്ക് ഈ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമായി ഇതിന്റെ തുടക്കം വെച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പിതാവും ഈ മഹാസംഗമത്തിന്റെ രക്ഷാധികാരിയുമായിട്ടുള്ള ബഹുമാനായ നമ്മുടെ ഇബ്രാഹിം സാഹിബ് അവരുകളാണ്. അദ്ദേഹം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ഇതിന്റെ ആംബുലൻസിന്റെ അതിന്റെ പ്രാഥമികമായ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ കൈപിടിച്ചാണ് ഈ ചാരിറ്റബിൾ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെയും ഒരു ആത്മീയമായ കിരണങ്ങൾ അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് എത്തുന്നുണ്ട് എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്നവരാണ് നമ്മൾ. മുസ്ലിം ലീഗ് ജില്ലാ മണ്ഡലം പഞ്ചായത്ത് ഭാരവാഹികൾ പങ്കെടുത്തു. സുദീർഘമായ സേവനം നയിക്കുന്ന 4 ആംബുലൻസ് ഡ്രൈവർമാരെ മന്ത്രി ആദരിച്ചു. നിർദ്ധരായ കുട്ടികൾക്ക് ചടങ്ങിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. അങ്ങനെ ഒരു ചോദ്യം എന്റെയും നിങ്ങളുടെയും മുന്നിൽ വെച്ച ഒരാൾ പറയുമ്പോൾ, അങ്ങനെ ഒരു ചോദ്യം നമ്മൾ കേൾക്കുമ്പോൾ നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. ആ ഒരു സന്തോഷം നമ്മുടെ ജീവിതത്തിലെ മറ്റെവിടെയും നമുക്ക് ലഭിക്കാത്തൊരു സന്തോഷമാണ്. എന്നിട്ട് ആ മനുഷ്യൻ പറയുകയാണ്, രാത്രിയിൽ ഉറക്കം എഴുന്നേറ്റ് കഴിഞ്ഞപ്പോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമ്മൾ അവിടുന്ന് പോരുമ്പോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ ആ മനുഷ്യനെ ഏൽപ്പിച്ചിട്ടല്ല പോകുന്നത്. അദ്ദേഹത്തിന്റെ വേദനകളും പ്രയാസങ്ങളും സങ്കടങ്ങളും കേട്ട് വിറങ്ങലിച്ച മനസ്സുമായി നമ്മൾ പതുക്കെ ഇറങ്ങിപ്പോന്നതാണ്. പിന്നെ വരാമെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോന്ന നമുക്ക് മുമ്പിലേക്ക് ആ മനുഷ്യൻ പിറ്റേന്ന് പോയപ്പോ, അദ്ദേഹം സുഖമായി ഇറങ്ങിയപ്പോ, അദ്ദേഹത്തിന് ഒരു ആശ്വാസം ലഭിച്ചപ്പോ ആശ്വാസത്തിന്റെ നെടുവീർപ്പുള്ള പ്രാർത്ഥനകളായി വന്നു എന്ന് നമ്മുടെ മുമ്പിൽ ആ മനുഷ്യൻ പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഇതിനേക്കാൾ അപ്പുറത്ത് സമ്പന്നമായ മറ്റൊരു നിമിഷം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? ഏതെങ്കിലും ഒരു സമയമുണ്ടോ ഇതിനേക്കാൾ അപ്പുറത്ത് അത്രയും അതിസമ്പന്നമായ ഒരു നിമിഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത്? ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ.